കുക്കി എന്താടി? ഇവളെന്തിനാ കരയുന്നേ? ആരോൺ. അയ്യോ, അവനെന്തേലും പറ്റിയോ? ആരോൺ ലോക്കിന്റെ മകനാ. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനിങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു. അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താണോ? അവൻ അയാളുടെ മോനാ. അയാളുമായി ബന്ധപ്പെട്ട ഒന്നും വീട്ടിലുണ്ടാവാൻ പാടില്ല. എനിക്ക് കാണണ്ട. അതിനാ കുഞ്ഞെന്ത് ചെയ്തു? അയാളുടെ മോനെ ജനിച്ചു. അതാ അവൻ ചെയ്ത തെറ്റ്. എനിക്കിനി കാണണ്ട അവനെ. മതി, നിർത്ത്. നിങ്ങളൊക്കെ ഇപ്പോഴും അയാളുടെ സൈഡാണല്ലോ. എനിക്കില്ലാത്ത എന്ത് കമ്മിറ്റ്മെന്റാ നിങ്ങൾക്ക് അയാളോടുള്ള? ഞാൻ പ്രസവിച്ച എന്റെ മകനാണ് മമ്മി. മമ്മി അകത്തോ? ചിമ്മി, മമ്മി ഇപ്പൊ എന്താ പറഞ്ഞേ? കുക്കി നീ വാ. ഇല്ല, എനിക്ക് ഇവന്റെ വായിന്ന് തന്നെ കേൾക്കണം. കുക്കി, അയാളെ ഈ വീട്ടിലെ ആരാ? അവൻ എന്റെ അനിയനോ? കുക്കി നീ എന്റെ കൂടെ വാ. അപ്പൊ ഞാൻ നിന്റെ ആരാ ചിമ്മി? നീ എന്റെ പെങ്ങളാ. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ആങ്ങളെയാണോ? അല്ല. അതാ ഞാൻ ചോദിച്ചേ. അവൻ നിന്റെ അനിയനാണെങ്കി ഞാൻ നിന്റെ ആരാ? കുക്കി നീ വാ. വിടടി. പറ ചിമ്മി, ഞാൻ നിന്റെ ആരാ? കുക്കി, അപ്പൊ ഞാൻ ഈ വീട്ടിൽ ആരുമല്ലേ? അങ്ങനെയൊന്നും പറയില്ല മോളെ. ഞാൻ ആരാ? എനിക്ക് ആരാ ഉള്ളേ? അങ്കിൾ, അതാ നിന്റെ പപ്പ. ലോക്കിനെ അങ്കിളും നിന്നെ മമ്മിയും വളർത്തി. ഞങ്ങളും ഇതൊക്കെ അറിയുന്നത് ആ അങ്കിള് വന്നതിന് ശേഷം. നീ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരാം. അത് നീ ഒന്ന് ഓക്കെ ആവ്. ഞാൻ നൈറ്റ് പറയാം. മിസ്സേ, എല്ലാരും ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി. നമുക്ക് കളിക്കാം. നിന്റെ കൂടെ കളിക്കലല്ല എന്റെ പണി. നീ ബാക്കി കുട്ടികളുടെ കൂടെ പോയി കളിക്ക്. ഇല്ല, ഞാൻ മിസ്സിന്റെ കൂടെ കളിച്ചോളാം. ആരോ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പോ. നോ. ജോൺ സാർ, ഇത് PT പീരീഡ് അല്ലേ? ഗ്രൗണ്ടിൽ ഒരു കുട്ടി മിസ്സായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ വാടാ, ബാക്കിയുള്ളവനെ പറയിപ്പിക്കാൻ. ഷോ മീ യുവർ ഹാൻഡ്സ്. എന്താടി? ഞാൻ റിസൈൻ ചെയ്യാ. എനിക്കിനെ അവിടെ പറ്റില്ല. എന്തിന്? ആരാണുള്ളോണ്ടാണോ? അവനെ കാണുമ്പോ എനിക്ക് പറ്റുന്നില്ലടി. നീ നിനക്ക് ശരി തോന്നുന്നത് ചെയ്. ആരോൺ, ആരോൺ, ആരോൺ എന്താ വരാത്തെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഹലോ, ആരോൺ എന്താ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ വരാത്തെ? ഞാൻ മിസ്സിനെ വിളിക്കാനിരിക്കുവായിരുന്നു. മിസ്സിനോട് തെറ്റിയിട്ടാ അവൻ വരാത്തെ. എന്നോടോ? ആ, മിസ്സിന് അവനെ ഇഷ്ടല്ല, അതുകൊണ്ട് ഇനി സ്കൂളിൽ പോണില്ല എന്നൊക്കെയാ പറയുന്നേ. അയ്യോ, അവനൊന്ന് ഫോൺ കൊടുക്കോ? മിസ്സിന്റെ കോള് വന്നപ്പോഴേ അവൻ റൂമിൽ കയറി വാതിലടച്ചു. എന്താ മിസ് ഇഷ്യൂ? ചെറിയൊരു സൗന്ദര്യ പിണക്കം. നിങ്ങളുടെ അഡ്രസ് ഒന്ന് വാട്സപ്പ് ചെയ്യൂ. ആ ഷുവർ. ഞാൻ നാളെ വന്ന് അവന്റെ പിണക്കം മാറ്റിക്കോളാം. ഓ ഓക്കെ. ഞാൻ രാവിലെ മുതൽ നോക്കിയിരിക്കുവായിരുന്നു. ആരോൺ ഇവിടെ? പ്ലേയിങ് റൂമിലാ. വാ. മിസ്സിന് കുടിക്കാൻ ഒന്നും വേണ്ട. ആരോൺ, ഇതാരാ വന്നേ നോക്ക്. മിസ്സിനോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എനിക്ക് കാണണ്ട. മിസ്സിനോട് പോവാൻ പറ മമ്മി. ആരോൺ, എനിക്ക് കാണണ്ട. സോറി മിസ്. അവന്റെ പപ്പയുടെ ദേഷ്യം. സാർ വിടുണ്ടോ? ഇല്ല, ഓഫീസിൽ പോയി. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവന്റെ പപ്പയ്ക്ക് കഴിയും. അവന്റെ മമ്മിയുടെ വാശിയാണെന്നാ അവന്റെ പപ്പ പറയാറ്. നിങ്ങളല്ലേ അവന്റെ മമ്മി? അല്ല. പിന്നെ? ഞാൻ അവന്റെ കെയർ ടേക്കർ മാത്രം.
അവൻ മമ്മീന്ന് വിളിക്കുന്നേ ഉള്ളൂ. അപ്പോ ആരോണിന്റെ മമ്മിക്ക് എന്ത് പറ്റി? അത് സാറിനും സാറിന്റെ പപ്പയ്ക്കും മാത്രമേ അറിയൂ. പിന്നെ ഇടയ്ക്ക് സാറിന്റെ ബ്രദറും വൈഫും വരും. ഞാൻ ആരോണിന് 1.5 വയസ്സുള്ളപ്പോൾ തൊട്ട് ഇവരുടെ കൂടെ ഉണ്ട്. അപ്പോഴൊക്കെ US-ലായിരുന്നു. ഇവിടെ വന്നിട്ട് 2 മാസേ ആയുള്ളൂ. ആദ്യം സാറിന്റെ ബ്രദറിന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിലാ ആരോണിനെ ചേർത്തെ. പിന്നെ മിസ്സിന്റെ സ്കൂളിലോട്ട് മാറ്റി. ഇവൻ ഇനി എന്ന് ഇവന്റെ പഴക്കം മാറ്റി സ്കൂളിലോട്ട് വരുവാകും. ആരോണിന് 1.5 വയസ്സാവുന്നവരെ അവന്റെ മമ്മി കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, ആരോണിനെ പ്രസവിച്ചത് അവന്റെ ശരിക്കുള്ള അമ്മയല്ല. ഇറ്റ് വാസ് എ സറോഗസി പ്രഗ്നൻസി. അത്ര എനിക്കറിയൂ. ഓക്കെ, ഞാൻ ഇറങ്ങാം. ഒന്നും കഴിച്ചില്ലല്ലോ? ഒന്നും വേണ്ട. ഓക്കെ. നീ എന്താ ഇത്ര ലേറ്റായേ? ചിമ്മയോടെ മോളിലുണ്ട്. എന്റെ കൂടെ വാ. എന്താടി? വരാൻ. ആൻ, വാതിലടയ്ക്ക്. എന്താ? ആരോൺ ഇവിടെ വരുന്നതിന് മുമ്പ് നീ അവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? ഉണ്ട്. എത്ര വട്ടം നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്നെ ഒരു പൊട്ടിയാക്കും? മോളെ, അങ്ങനല്ല. പിന്നെ എങ്ങനാ? എല്ലാവർക്കും എല്ലാം അറിയാം. എപ്പോഴും എല്ലാം അവസാനം അറിയുന്നത് ഞാൻ. എനിക്ക് മതിയായി ജിമ്മി. കുക്കി, നിനക്ക് ലോക്കിന് ഇഷ്ടമല്ലാത്തോണ്ടല്ലേ? അതിന്റെ കാരണം എന്താ ആരും ഓർക്കാത്തെ? സത്യം പറഞ്ഞ അവൻ ക്ഷമ അറിയിക്കുന്നില്ലേ കുക്കി? എത്ര വർഷമായി അവൻ ചെയ്ത ദ്രോഹത്തിന് അവൻ നിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് മാറാതെ എത്ര നന്നായി ട്രീറ്റ് ചെയ്തു. നീ പ്രഗ്നന്റ് ആണെന്ന് ആൻ അവനോട് പറയുന്നതിന് മുമ്പേ അവൻ അറിയായിരുന്നു. ആ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് ആൻ പറഞ്ഞപ്പോ ഇവളുടെ മുന്നിൽ കരയാതെ പിടിച്ചു നിന്ന പാട് അവനെ അറിയൂ. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കാവോ എന്ന് ഇവളെ ചെന്ന് ചോദിച്ചപ്പോ അവൻ അനുഭവിച്ച എന്താന്ന് ഊഹിക്കാൻ കഴിയും നിനക്ക്? നിന്റെ ഫീലിങ്സ് 100% അവൻ അറിയാവുന്നോണ്ടാ അവനത് തടയാഞ്ഞ്. പക്ഷെ നിന്റെ പപ്പയ്ക്ക് അയാളുടെ പേരക്കുട്ടിയെ ജീവനോടെ വേണമായിരുന്നു. ഹലോ, നിനക്ക് ആ കുഞ്ഞിനെ ജീവനോടെ വേണം? കുക്കി സമ്മതിക്കില്ല. നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണോന്നാ ചോദിച്ചേ. എന്തായാലും എനിക്ക് എന്റെ പേരക്കുട്ടിയെ ജീവനോടെ വേണം. പക്ഷെ എങ്ങനെ? വേണോ വേണ്ടയോ? വേണം. ഹലോ, ഹു ഈസ് ദിസ്? ഞാൻ കുക്കിയുടെ ഫാദറാണ്. വാട്ട്? യെസ്, കഥകളൊക്കെ ഞാൻ സമയം പോലെ പിന്നീട് പറഞ്ഞു തരാം. എനിക്കിപ്പോൾ വേണ്ടത് എന്റെ പേരക്കുട്ടിയുടെ ജീവനാണ്. മനസ്സിലായില്ല. ആ കുഞ്ഞിനെ അവളുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീക്കം ചെയ്യണം, ജീവനോടെ. വാട്ട്? ഭ്രാന്താണോ നിങ്ങൾക്ക്? ഇറ്റ്സ് പോസിബിൾ. നോ, ഇറ്റ് ഈസ് നോ. 5 ആഴ്ച വളർച്ചയുള്ള ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെയാണ് ജീവനോടെ ഗർഭപാത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുക? ഇറ്റ് ഈസ് പോസിബിൾ മാഡം. നിങ്ങൾക്ക് വേണ്ട സർജൻസും എക്യുപ്മെന്റ്സും 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തും. ബട്ട് സർ, യു വിൽ ഗെറ്റ് വാട്ടെവർ യു വാണ്ട്. അതിന്റെ അല്ല, എനിക്ക് 100% ഉറപ്പ് തരാൻ കഴിയില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. ജസ്റ്റ് ഡു ഇറ്റ്. ആരോൺ നിന്റെ മകനാണ് കുക്കി, നിങ്ങളുടെ മകൻ. അവനെ ജീവനോടെ മറ്റൊരു ഗർഭപാത്രത്തിലേക്ക് മാറ്റുക എന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം അവന്റെ 5 ആഴ്ചത്തെ വളർച്ച. പക്ഷെ അവരത് ചെയ്തു. അവനറിയാം നീയാണ് അവന്റെ മമ്മീന്ന്.
നീ ചോക്ലേറ്റ് കൊടുക്കാത്തോണ്ട് പിണങ്ങിപ്പോയതാ. ആരോൺമാൻ ഉണ്ടായത് മമ്മിക്ക് അറിയില്ല. മമ്മീനോട് ഇതൊക്കെ പോയി ചോദിച്ചാൽ മമ്മി ഒരിക്കലും ഈ വീട്ടിലോട്ട് വരില്ല. അതുകൊണ്ട് മമ്മിയുടെ പിണക്കം മാറുമ്പോ മമ്മി തിരിച്ചു വരും എന്നൊക്കെയാ ലൂക്ക് ആ പാവത്തിനോട് പറഞ്ഞിരിക്കുന്നത്. നിന്നെ ഞങ്ങൾ ഡൈവോഴ്സിനും മറ്റൊരു കല്യാണത്തിന് നിർബന്ധിക്കാത്തതിന്റെ കാരണം ഇതാ. നിന്നെ കാത്തൊരു ഭർത്താവുണ്ട്. തന്റെ മമ്മി പിണക്കം മാറി ഒരിക്കൽ അവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമെന്ന പ്രതീക്ഷയിൽ ഒരു മകനുണ്ട്. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിനക്ക് ലൂക്കിനോട് ക്ഷമിച്ചൂടെ? ജിമ്മി, വാ പോവാം. ആരോ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പോ. എന്റെ കുഞ്ഞ്. என்ன தவம் செய்தனை யசோதா, என்ன தவம் செய்தனை யசோதா, என்ன தவம் செய்தனை யசோதா, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை யசோதா, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை. புவனங்கள் படைத்தவனை, ஈரேழு புவனங்கள் படைத்தவனை, ஈரேழு புவனங்கள் படைத்தவனை, கையிலேந்தி சீராட்டி பாலூட்டி, கையிலேந்தி சீராட்டி பாலூட்டி தாலாட்டனே என்ன தவம் செய்தனை. நிசகாரி நிசமாக பிரமனும் இந்திரனும் பிரமனும் இந்திரனும் மனதில் பொறாமை கொள்ள, பிரமனும் இந்திரனும் மனதில் பொறாமை கொள்ள, உரலில் கட்டி வாய்ப்பொத்தி கெஞ்ச வைத்தாய் கண்ணனை, உரலில் கட்டி வாய்ப்பொத்தி கெஞ்ச வைத்தாய் தாயே என்ன தவம் செய்தனை. ജിമ്മി, നിന്റെ അടുത്ത് അങ്കിളിന്റെ അല്ല എന്റെ പപ്പയുടെ നമ്പർ ഉണ്ടോ? ഉണ്ട്. വേണം. എന്തിനാടി ഇപ്പോ? എനിക്കവരെ വേണം. ലൂക്കിനെയും ഞങ്ങളുടെ കുഞ്ഞിനെയും.